ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്ക് മെയ്ഡ് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള മിൽക്ക് മെയ്ഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതും രണ്ടും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കോൺഫ്ലവർ കൂടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. ശേഷം പിന്നെ കുറച്ച് സോഡാപ്പൊടി കുറച്ച് 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെല്ലാം കൂടി ഒന്നിങ്ങനെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അത് ചെറിയ തീയിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കണം. അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കലക്കിയെടുക്കണം. നല്ല കട്ടിയിൽ ഇങ്ങനെ കലക്കിയെടുക്കുക. അധികം ചൂടുവെള്ളം ഒഴിക്കുക. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ല കട്ടി രൂപത്തിൽ കലക്കിയെടുക്കുക. നമ്മൾ മിൽക്ക് മെയ്ഡ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നില്ല, അതേപോലത്തെ ഇതന്നെ അടിപൊളിയായിട്ട് ഇവിടെ കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിക്കുക, ഇളം ചൂടുവെള്ളം കുറച്ചായി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് എന്നിട്ട് ഗ്യാസ് കത്തിച്ച് ചെറിയൊരു പാത്രത്തെ ചെറിയ ചൂടാക്കി വെച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് നമുക്ക് അതിനെ ഒന്ന് ചെറിയ തീയിൽ മിൽക്ക് മെയ്ഡാക്കി എടുക്കണം. അപ്പോൾ അത് ഞാനിവിടെ ഗ്യാസിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറുങ്ങനെ ഇങ്ങനെ ചൂടാക്കി എടുക്കണം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന അതേ ടേസ്റ്റാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക മറക്കരുത്. അപ്പോൾ ഏകദേശം നമ്മളെ മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിന് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തണിഞ്ഞതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കി വെക്കാം. അപ്പോൾ അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് എത്ര മാസം വരെ കേടുവരാതെ ഉപയോഗിക്കാൻ പറ്റും. എടുത്തതിന് ശേഷം നല്ലൊരു ടൈറ്റുള്ള മൂടിയിട്ട് ഒരു ബോട്ടിലെടുത്ത് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ല ഗ്ലാസ് കുപ്പിയിൽ ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ല. ഗ്ലാസ് കുപ്പിയിൽ ഒഴിച്ചിട്ട് നല്ല ടൈറ്റാക്കി മൂടിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയി വരുമ്പോഴേക്കും ബായ്. അപ്പോൾ ഇത് അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. തണിഞ്ഞതിന് ശേഷം മാത്രമേ ബോട്ടിലേക്ക് മാറ്റാൻ പറ്റും കേട്ടോ.